ഒരു ശതകോടീശ്വരനായിരുന്ന ഈ മനുഷ്യൻ സഹോദരന്റെ വിഡ്ഢിയായി അറിയപ്പെട്ടിരുന്ന പ്രതിശ്രുത വധുവിനെ കാണാനെത്തുന്നത് ആ വിവാഹബന്ധം അവസാനിപ്പിക്കാനായിരുന്നു. പക്ഷെ അവളെ ആദ്യമായി കണ്ട നിമിഷം തന്നെ അവന്റെ മനസ്സ് മാറി. അവളുടെ സൗന്ദര്യം കണ്ട് സഹോദരൻ പറയുമ്പോൾ, ഇത്ര സുന്ദരിയായ പെൺകുട്ടിയെ ഒരു വിഡ്ഢിയെ വിവാഹം കഴിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന വാക്കുകൾക്ക് മറുപടിയായി അവൻ പറഞ്ഞു, എനിക്ക് ഈ വിഡ്ഢിയായ പെൺകുട്ടിയെ തന്നെ മതി. എന്നാൽ അവർക്കറിയില്ലായിരുന്നു അവൾ യഥാർത്ഥത്തിൽ വിഡ്ഢിയല്ലെന്ന്. മുത്തച്ഛൻ മരിക്കുമ്പോൾ തന്റെ മുഴുവൻ സ്വത്തും അവളുടെ പേരിലാക്കിയിരുന്നു. അത് തട്ടിയെടുക്കാനായി രണ്ടാനമ്മയുടെ കുടുംബം അവളെ തടവിലാക്കി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ, മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ അവൾ വിഡ്ഢിയായി അഭിനയിക്കാൻ തുടങ്ങി. ആ നാടകമാണ് ശതകോടീശ്വരന്റെ ഹൃദയം ആദ്യ കാഴ്ചയിൽ തന്നെ കീഴടക്കിയത്. അവൻ ഉടൻ തന്നെ സഹോദരനോട് വിവാഹ നിശ്ചയം റദ്ദാക്കിച്ചു. രണ്ടാനമ്മ കരുതിയത് അവൻ തന്റെ മകളെ കൊണ്ടുപോകാനാണ് വന്നതെന്ന്. പക്ഷെ അവൻ എടുത്തത് ഈ പെൺകുട്ടിയെ ആയിരുന്നു. പിന്നാലെ അവളുടെ സഹോദരി ദയയുള്ളവളായി അഭിനയിച്ച് അവളെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ പോയതോടെ അവളുടെ യഥാർത്ഥ രൂപം പുറത്തു വന്നു. അവൾ അവളെ ഉപദ്രവിക്കുകയും ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ പെൺകുട്ടി കീഴടങ്ങിയില്ല. മതിലിനടിയിലൂടെ ഇഴഞ്ഞു പുറത്തേക്കിറങ്ങിയ അവൾ ഒരു തൂണിൽ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലെത്തുമ്പോൾ അതേ മനുഷ്യൻ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. അവൻ ഓടിച്ചെന്ന് അവളെ രക്ഷിച്ചു. അപ്പോഴാണ് അവളുടെ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുന്നതും അവളുടെ ജീവിതം ഒരിക്കലും സുരക്ഷിതമായിരുന്നില്ലെന്ന സത്യം അവൻ തിരിച്ചറിയുന്നതും. പക്ഷേ ഈ രക്ഷപ്പെടലും ഈ കൂടിക്കാഴ്ചയും എല്ലാം യാദൃച്ഛികമല്ലായിരുന്നു. കാരണം ഇതെല്ലാം അവൾ മുൻകൂട്ടി തയ്യാറാക്കിയ കൃത്യമായ പദ്ധതിയായിരുന്നു.